Yes, sir. Good evening. Good evening. Sir, ഇന്നലെ PPT സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സർ. ഇന്നലത്തെ PPT സർക്കുലേറ്റ് ചെയ്തു, ഗ്രൂപ്പിലിട്ടുണ്ട്. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ദ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി റിമൈനിങ് ആയിട്ട് മെയിൻലി ഉള്ള 2 ടോപ്പിക്ക് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ. ഈ 2 ടോപ്പിക്കുകളാണ് അതിനകത്ത് മെയിൻലി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നത്. സോ വീൽ ഫിസ്ക് നമ്മൾ ആദ്യം ആ 2 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ MCQസിലേക്ക് പോകാം. ആൻഡ് മെയിൻലി ബൈ MCQസിലൂടെ ആയിരിക്കും ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിനെ പറ്റിയിട്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ചാപ്റ്റർ വൈസ് MCQസ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഹെൽത്ത് പറഞ്ഞു, എന്താണ് ഹെൽത്ത്, ഹെൽത്തിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, പോസിറ്റീവ് ഹെൽത്ത് എന്താന്ന് പറഞ്ഞു. പോസിറ്റീവ് ഹെൽത്ത് ഒരിക്കലും പോസിബിൾ അല്ല. ദെൻ നമ്മുടെ ലെവൽ ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ കാര്യം പറഞ്ഞു. ലൈക്ക് ഒരു ലെവൽ ഓഫ് വെൽബീയിങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞു. അതിൽ 2 കമ്പോണന്റ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റീവ് കമ്പോണന്റും ഒബ്ജക്റ്റീവ് കമ്പോണന്റും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതെങ്ങനെ നമ്മൾ പറഞ്ഞു? സബ്ജക്റ്റീവ് കമ്പോണന്റ് ആകുമ്പോഴത്തേക്ക് അത് പേഷ്യന്റിനെ ഫീൽ ചെയ്യുന്നതായിരിക്കും. ക്വാളിറ്റി ഓഫ് ലൈഫിനെ അസസ് ചെയ്യുന്ന 2 ടൂളിന്റെ കാര്യം പറഞ്ഞു. PQLI ആൻഡ് HDIയുടെ കാര്യം പറഞ്ഞു. ആൻഡ് ഒബ്ജക്റ്റീവ് കമ്പോണന്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും ബൈ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ലെവൽ ഓഫ് ലിവിങ്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ലൈഫിന്റെ കാര്യം പറഞ്ഞു. എന്തിനാ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ലൈഫ് മെയിൻലി യൂസ് ചെയ്യുന്നത്? ഒരു കൺട്രിയുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ അസസ് ചെയ്യാൻ, അല്ലെങ്കിൽ 2 കൺട്രിയുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ കമ്പയർ ചെയ്യാൻ, ടു പ്രൊവൈഡ് ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കൊടുക്കുന്ന ഹെൽത്ത് സർവീസ് ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു. അതിനകത്ത് എസ്പെഷ്യലി നമ്മൾ പറഞ്ഞു മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. Then morbidity indicators and other almost 11-12 indicators we have discussed yesterday. പിന്നെ നമ്മൾ ഐസ്ബർഗ് ഫിനോമിനയുടെ കാര്യം പറഞ്ഞു, കൺസെപ്റ്റ് ഓഫ് കോസേഷനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനീഷ്യലി സൂപ്പർ നാച്ചുറൽ തിയറി ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൈക്രോസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടെ ഒരു ഓർഗാനിസം ആണ് റീസൺ എന്ന് പറഞ്ഞു, ജേം തിയറി വന്നു. അതിനെയും പിന്നെ ആ ഓർഗാനിസം എക്സ്പോസ്ഡ് ആവുന്ന എല്ലാവർക്കും അസുഖങ്ങൾ വരുന്നില്ല. സോ അതിന്റെ റീസൺ നോക്കിയപ്പോഴാണ് നമ്മൾ ആ എപ്പിഡമോളജിക്കൽ ട്രയാഡ് പറഞ്ഞത്. ആൻഡ് അങ്ങനെ ഒരു കോസേഷന്റെ കാര്യം പറഞ്ഞു. ദെൻ നമ്മള് കൺസെപ്റ്റ് ഓഫ് കോസേഷൻ കഴിഞ്ഞിട്ട് കൺസെപ്റ്റ് ഓഫ് കൺട്രോളിലേക്ക് വന്നു. ആൻഡ് കൺസെപ്റ്റ് ഓഫ് കൺട്രോളിനകത്ത് എന്താണ് ഡിസീസ് കൺട്രോൾ, എന്താണ് ഡിസീസ് എലിമിനേഷൻ, എന്താണ് ഡിസീസ് ഇറാഡിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾ വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനിയുള്ളത് ഇപ്പം കൺസെപ്റ്റ് ഓഫ് ഡിസീസ് പറഞ്ഞു, കൺസെപ്റ്റ് ഓഫ് കോസേഷൻ പറഞ്ഞു, കൺസെപ്റ്റ് ഓഫ് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് കൺസെപ്റ്റ് ഓഫ് പ്രിവെൻഷൻ. അതായത് വരാണ്ട് പ്രിവെൻഷന്റെ വേർഡ് മീനിങ് നമുക്കറിയാലോ, ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത്. ബട്ട് പ്രിവെൻഷൻ ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ ഒരു ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പറയുന്നുണ്ട്. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഇസ് ഓഫ് 4 ടൈപ്സ്: പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെറിട്ടറി പ്രിവെൻഷൻ. സോ നമുക്ക് വേർഡ് മീനിങ് പ്രിവെൻഷൻ അറിയാം, ദാറ്റ് വി ആർ ഗോയിങ് ടു പ്രിവെന്റ് സംതിങ്, അല്ലെങ്കിൽ എന്തിനെയോ പ്രതിരോധിക്കുന്നു. സോ ആ പ്രിവെൻഷൻ അഗെയിൻ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻ ടു പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെറിഷറി പ്രിവെൻഷൻ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. കാര്യം ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പ്രിവെൻഷൻ. അവർ എന്തെങ്കിലും ഒരു സിനാരിയോ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആണെന്ന് ചോദിക്കാം. ഈവൻ ലാസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫോർ കമ്മ്യൂണിറ്റി മെഡിസിൻ സബ്ജക്ട് ഉണ്ടായിരുന്നില്ലേ, അതിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണിത്. They'll give some example. For example, ഒരു സ്ക്രീനിങ് നടത്തി to identify CA cervix, which type of prevention it is, whether it is primordial, primary, secondary, tertiary, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാറുള്ളതാണ്. സോ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് ഈ ഡിഫറൻസ്. സോ ഫസ്റ്റ് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം സർട്ടൺ ഡിസീസസിന് സർട്ടൺ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒബേസിറ്റി ഒരു റിസ്ക് ഫാക്ടർ ആണ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് മെലിറ്റസ് വരാൻ, അല്ലെങ്കിൽ PCOD വരാൻ, എന്നൊക്കെയുള്ള കുറെ കൺസെപ്റ്റ് ഇല്ല. ആ ഒരു റിസ്ക് ഫാക്ടേഴ്സ്, ആ റിസ്ക് ഫാക്ടേഴ്സും ഡെവലപ്പ് ആകുന്നതിന് മുന്നെയാണ് നമ്മൾ പ്രിവെന്റീവ് മെഷേഴ്സ് കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, അതായത് റിസ്ക് ഫാക്ടേഴ്സ് പോലും വരുന്നതിന് മുന്നെയാണ് നമ്മൾ പ്രിവെൻഷൻ കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ പ്രിവെൻഷൻ കൊടുക്കുന്ന എപ്പോഴായിരിക്കും? റിസ്ക് ഫാക്ടേഴ്സ് പോലും വരുന്നതിന് മുന്നേ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ അവർക്ക് പറയുകയാണ്, നിങ്ങൾ ഒബീസിറ്റി വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ ഒബീസിറ്റി കാരണമുള്ള ഈ ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ റിസ്ക് ഫാക്ടേഴ്സിനെ തന്നെ നമ്മൾ ഡിസീസിനെ മാത്രമല്ല അതിന്റെ റിസ്ക് ഫാക്ടേഴ്സിനെ തന്നെ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ നമ്മൾ പറയുന്നതായിരിക്കും പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഓക്കെ, സോ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്താണ്? നമ്മൾ എന്തിനാ ആ ഡിസീസിനെ മാത്രമല്ല, ഓക്കെ, പ്രിവെൻഷൻ ഓഫ് ദ എമർജൻസ് ഓർ ഡെവലപ്മെന്റ് ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ്. ഒരു കൺട്രിയിൽ റിസ്ക് ഫാക്ടേഴ്സ് വരുന്നതിനെ തന്നെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോവിഡ് സമയത്ത് ആദ്യം എന്താ ചെയ്തത്? ഇന്റർനാഷണൽ എയർപോർട്ട്സ് ഒക്കെ ക്ലോസ് ചെയ്ത്, അതായത് നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നിട്ടുണ്ടായില്ല,
കോവിഡ് എവിടെ ഉണ്ടായത്? അതർ കൺട്രിയിലാണ് വന്നത്. സോ അതർ കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അത് വരുന്നതിനെ തന്നെ പ്രിവെന്റ് ചെയ്ത് എല്ലാ എക്സിറ്റും ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആയിരിക്കും. അതായത് നമ്മുടെ കൺട്രിയിലേക്ക് ആ കോസേറ്റീവ് ഏജന്റിനെ എത്താനേ ദാറ്റ് ഈസ് എ റിസ്ക് ഫാക്ടർ. അത് വരാനേ സമ്മതിക്കുന്നില്ല. പുറത്തുള്ള ആരെയും ഇങ്ങോട്ടേക്ക് വരാൻ അനുവദിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ആർ പ്രിവെന്റിംഗ് ദ റിസ്ക് ഫാക്ടർ ദാറ്റ് ഡിസീസിന്റെ റിസ്ക് ഫാക്ടേഴ്സിന് ഉൾപ്പെടെ നമ്മൾ പ്രിവെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് പ്രിവെൻഷനെ പറയുന്നതായിരിക്കും പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഇനി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു ഒബീസ് ആയിട്ടുള്ള ഒരാളുണ്ട്, പക്ഷെ അയാൾക്ക് ഡയബറ്റിക്കോ ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ PCOD ഒന്നും വന്നിട്ടില്ല. റിസ്ക് ഫാക്ടർ ഇസ് ദയർ, ഡിസീസ് വന്നിട്ടില്ല. അവിടെ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് ആണ് പ്രൈമറി പ്രിവെൻഷൻ. അതായത് ഓൾറെഡി റിസ്ക് ഫാക്ടർ ഉണ്ട്, ബട്ട് അവിടെ നിങ്ങൾ ഡിസീസിലേക്ക് പോകാണ്ട് നിങ്ങൾ ഡയറ്റ് ചെയ്യൂ, നിങ്ങൾ എക്സസൈസ് ചെയ്യൂ, നിങ്ങൾ അങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന അസുഖം വരത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? പ്രൈമറി പ്രിവെൻഷൻ. സോ പ്രൈമറി ഓൾമോസ്റ്റ് സിമിലർ ആണ്. രണ്ട് നമ്മൾ ചെയ്യുന്നത് ഡിസീസ് വരുന്നതിന് മുന്നെയാണ്. ഡിഫറൻസ് എന്താണ്? പ്രൈമോഡിയലില് റിസ്ക് ഫാക്ടർ വരുന്നതിന് മുന്നെയാണ് നമ്മൾ പ്രിവെൻഷൻ എടുക്കുന്നത്. വാട്ട് വി ആർ പ്രിവെന്റിംഗ് ഹിയർ എക്സാക്ട്ലി ഈസ് ദ റിസ്ക് ഫാക്ടേഴ്സ്. സെക്കൻഡ് പ്രൈമറി പ്രിവെൻഷൻ ആണെങ്കിലും അവിടെ റിസ്ക് ഫാക്ടേഴ്സ് ഓൾറെഡി ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞു. ഓക്കെ, മീൻസ് കോവിഡ് കൊണ്ടൊരാൾ നാട്ടിൽ വന്നു കഴിഞ്ഞു. ഇനി അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇതാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി, ടെറിഷറി. സോ ഇത് രണ്ടും ഞാൻ പറഞ്ഞു ഡിസീസ് വരുന്നതിന് മുന്നെയാണ്. സോ സ്വാഭാവികമായിട്ടും സെക്കൻഡറി ആൻഡ് ടെറിഷറി ഡിസീസ് വന്ന് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡറി ആൻഡ് ടെറിഷറി നോക്കുവാണെങ്കിൽ, ഡിസീസ് വന്നു ഇനീഷ്യൽ സ്റ്റേജ് ആണ്. നമ്മളിപ്പോ ഏർലി ഡയഗ്നോസിസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ അറിഞ്ഞു, ഓക്കെ, ഡയഗ്നോസിസ് ആയി കഴിഞ്ഞു. സോ ഫെർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാണ്ട് നമ്മൾ ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ ടെറിഷറി പ്രിവെൻഷൻ എന്താണ്? അത് ഫെർദർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ഫെർദർ ആയിട്ടുള്ള ഹാൻഡിക്യാപ്പ് അല്ലെങ്കിൽ അതിന്റെ ഡിസബിലിറ്റീസിനെയൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് ആയിരിക്കും ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡിസീസ് ഓൾറെഡി അഡ്വാൻസ് സ്റ്റേജിലേക്ക് പ്രോസസ് ആയി കഴിഞ്ഞു. ഇനി അവിടെ നമ്മൾ എടുക്കുന്ന പ്രിവെൻഷൻ എന്തിനായിരിക്കും? അല്ലെങ്കിൽ ഡെത്തോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മെത്തേഡ്സിനായിരിക്കും നമ്മൾ ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ നോക്കുവാണെങ്കിൽ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമോഡിയലും പ്രൈമറിയും എപ്പോഴായിരിക്കും ആ പ്രിവെൻഷൻ എടുക്കുന്നത്? ഡിസീസ് വരുന്നതിന് മുന്നേ ചെയ്യുന്ന പ്രിവെൻഷൻ ആയിരിക്കും പ്രൈമോഡിയലും പ്രൈമറിയും. സെക്കൻഡറിയും ടെറിഷറി ആണെങ്കിലോ ഡിസീസ് വന്നതിന് ശേഷം. സെക്കൻഡറി ആണെങ്കിൽ ഏർലി സ്റ്റേജസ് ഓഫ് ദ ഡിസീസിലും, ടെറിഷറി ആണെങ്കിൽ ലേറ്റ് സ്റ്റേജ് ഓഫ് ദ ഡിസീസിലും ആയിരിക്കും എടുക്കുന്നത്. സോ ഈ പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ ഒബ്ജക്റ്റീവ് ഈ നമ്മുടെ ഹസാർഡ് ഓഫ് ദ ഹെൽത്ത്, മിനിമൈസ് ദ ഹസാർഡ് ടു ഹെൽത്ത് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രൈമോഡിയലിന്റെ ഒബ്ജക്റ്റീവ്. വൈൽ പ്രൈമറിയുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? ഡിസീസിന്റെ ഇൻസിഡൻസിനെ കുറയ്ക്കുക, അതായത് ഡിസീസ് വരുന്നതിനെ കുറയ്ക്കുക. സെക്കൻഡറിയുടെ ആണെങ്കിലോ, സെക്കൻഡറി ഏർലി സ്റ്റേജ് ഓഫ് ദ ഡിസീസിലാണ് സെക്കൻഡറി പ്രിവെൻഷൻ പറയുന്നത്. സോ ഫെർദർ ആയിട്ടുള്ള കോംപ്ലിക്കേഷനെ പ്രിവെന്റ് ചെയ്യുക, ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ ഷോർട്ടൻ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും സെക്കൻഡറിയുടെ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ടെറിഷറിയുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡെത്തോ അല്ലെങ്കിൽ അതിന്റെ ഫെർദർ കോംപ്ലിക്കേഷൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ടെറിഷറിയുടെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ പ്രൈമോഡിയലും പ്രൈമറി ഇതിൽ രണ്ടിലും ടാർഗറ്റ് ആരായിരിക്കും? ടോട്ടൽ പോപ്പുലേഷൻ ആയിരിക്കും, അല്ലെ? ടോട്ടൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്സ് ആയിരിക്കും ടാർഗറ്റ് വരുന്നത് പ്രൈമോഡിയലും പ്രൈമറിയിലും. സെക്കൻഡറി ആണെങ്കിൽ ആരാണ്? ഡിസീസ് ഡയഗ്നോസ് ആയവരിലാണ്. ടെറിഷറി ആണെങ്കിലാണ് പേഷ്യൻസിൽ ഡിസീസ് ഡയഗ്നോസ് ആയവരായിരിക്കും സെക്കൻഡറിയും ടെറിഷറിയും വരുന്നത്. സോ പ്രിവെൻഷൻ, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പറഞ്ഞു. പ്രൈമോഡിയൽ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. സോ ഇത് നോർമലി ചോദിക്കുന്നത് അവർ എന്തെങ്കിലും ഒരു സിനാരിയോ തരും. ഓക്കെ, ഇത് ഏത് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആണെന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ചോദിച്ച എക്സാമ്പിൾ സ്ക്രീനിങ് ടെസ്റ്റ്. CA സ്ക്രീനിങ് ഓൺ 35 to 40 years ഓഫ് ഏജില് CA സ്ക്രീനിങ് നടത്തുന്നത് എന്ത് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ആണ്? Primary prevention, secondary prevention, primordial or tertiary. CA screening for CA cervix in 30 to 35 years of women, which type of prevention it is? Secondary. എന്തുകൊണ്ടാണ്? Why it is secondary prevention?
ഫർദർ ഇത് റിസ്ക് കുറയ്ക്കാനാണ്. ഓൾറെഡി ഡിസീസ്ഡ് ആണ്. നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? ഏർലി ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത്, അല്ലെ? ഡിസീസ് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത്. സോ നമ്മൾ അവിടെ ചെയ്യുന്ന എന്താണ്? ഏർലി ഡയഗ്നോസിസ് ആണ്. സോ ഏർലി ഡയഗ്നോസിസ് ചെയ്യുന്നത് എപ്പോഴും നമ്മളെ സെക്കൻഡറി പ്രിവെൻഷനിലായിരിക്കും വരുന്നത്. ഓക്കെ, ഡിസീസ് വന്നവരല്ലേ നമ്മൾ സ്ക്രീൻ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ കം. ആൻഡ് എന്തിനാണ് സ്ക്രീനിങ് ചെയ്യുന്നത്? ഡിസീസ് വന്നിട്ടുണ്ട്, പക്ഷെ അവർക്ക് സിംറ്റമാറ്റിക്കലി അറിയുന്നില്ല, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് അറിയുന്നുള്ളൂ. സോ ഏർലി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ക്രീനിങ് പോലുള്ള ടെസ്റ്റസ് ചെയ്യുന്നത്. ഓൾവേസ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൺഫ്യൂസ് ആകാറുണ്ട്, വെദർ ഇറ്റ് ഈസ് പ്രൈമറി ഓർ സെക്കൻഡറി, റൈറ്റ്? സോ സ്ക്രീനിങ് ടെസ്റ്റസ്, എന്ത് ടൈപ്പ് ഓഫ് സ്ക്രീനിങ് ടെസ്റ്റ് ആണെങ്കിലും ഇറ്റ് വിൽ കംസ് ഇൻ സെക്കൻഡറി പ്രിവെൻഷൻ ഉള്ളി. ഓക്കെ, നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ കാണും. റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ടൈപ്പ് ഓഫ് സ്ക്രീനിങ് കൊടുത്തിട്ട് വിച്ച് ടൈപ്പ് ഓഫ് പ്രിവെൻഷൻ ഇറ്റ് ഈസ്? ഓൾവേസ് ഇറ്റ് ഈസ് എ സെക്കൻഡറി ടൈപ്പ് ഓഫ് സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ. ആൻഡ് സോ പ്രിവെൻഷൻ പറഞ്ഞു, ലെവൽ ഓഫ് പ്രിവെൻഷൻ പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇനി മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ. അതായത് നമ്മള് മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ ഇന്റർവെൻഷൻ എന്ന വേർഡ് മീനിങ് അറിയത്തില്ലേ? നമ്മൾ ഇന്റർവെൻ ചെയ്യാണ്, ഇന്ററപ്റ്റ് ചെയ്യാണ്. അതായത് ഒരു ഡിസീസിന്റെ ഡെവലപ്മെന്റ്, മാനിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഡിസീസിന്റെ ഡെവലപ്മെന്റിനെ നമ്മൾ ഇന്റർവെൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യുന്നു. അതിനാണ് മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞത്. സോ 5 മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ഉണ്ട്, 4 ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്, 5 മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ഉണ്ട്. സോ ഏതൊക്കെയാണ് 5 മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ നോക്കുവാണെങ്കിൽ, ഹെൽത്ത് പ്രൊമോഷൻ. നമുക്ക് എങ്ങനെയൊക്കെ ഒരു ഡിസീസ് ഡെവലപ്പ് ആകുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ഒന്ന്, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെ? ആളുകളുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസീസ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാം. സെക്കൻഡ് ഈസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. തേർഡ് ഈസ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഫോർത്ത് ഈസ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ. ആൻഡ് ഫിഫ്ത്ത് ഈസ് റീഹാബിലിറ്റേഷൻ. ഓരോന്നായിട്ട് പറയാം. ഓക്കെ, സോ 5 മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ഉണ്ട്. മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ എന്താണ്? നമ്മൾ ഇന്റർവെൻ ചെയ്യാണ്. എന്തിനു നമ്മൾ ഇന്റർവെൻ ചെയ്യുന്നത്? ഒരു യൂഷ്വൽ സീക്വൻസ്, എന്തിന്? ഡെവലപ്മെന്റ് ഓഫ് ദ ഡിസീസ്. ഒരു ഡിസീസ് ഡെവലപ്പ് ആകുന്ന ഒരു യൂഷ്വൽ സീക്വൻസിനെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയൊക്കെ ഇന്ററപ്റ്റ് ചെയ്യാം? 5 മോഡ്സ് ഉണ്ട്. ഒന്ന് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, ഒന്ന് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട്, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട്, ഡിസബിലിറ്റി ലിമിറ്റേഷൻ വഴി, റീഹാബിലിറ്റേഷൻ വഴി. സോ വാട്ട് വി മീൻ ബൈ ഹെൽത്ത് പ്രൊമോഷൻ? ആ ടേമിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെ? എന്താ ഹെൽത്ത് പ്രൊമോഷൻ? നമ്മള് ഒരാളുടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാണ്. സോ അവർക്ക് ഡിസീസ് വരുന്നത് ഒരു പരിധിക്ക് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. സോ ഹെൽത്ത് പ്രൊമോഷൻ is a process of enabling people to increase control over and to improve health. അവരെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഹെൽത്ത് പ്രൊമോഷൻ. എഗെയിൻ ഹെൽത്ത് പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ഹെൽത്ത് പ്രൊമോഷൻ ചെയ്യാം. എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട്, പ്രോപ്പർ സാനിറ്റേഷൻ ഒക്കെ വരുത്തിക്കൊണ്ട് നമുക്ക് അവരെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാം. ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ കൊടുത്തുകൊണ്ട്, ഈ അയഡനൈസ്ഡ് സോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അതിനെപ്പറ്റി അങ്ങനെയുള്ള ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാം. ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാം. സോ ഫസ്റ്റ് മോഡ് ഓഫ് ഇന്റർവെൻഷൻ ഹെൽത്ത് പ്രൊമോഷൻ ആണ്. ഹെൽത്ത് പ്രൊമോഷനകത്ത് വരുന്ന എന്തൊക്കെയായിരിക്കും? എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ, ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. ഇതെല്ലാം ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് മോഡ് ഓഫ് ഇന്റർവെൻഷൻ ആണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സോ ഫസ്റ്റ് മോഡ് നമ്മൾ അങ്ങനെ ഒന്നിനെയും ഒരു ഡിസീസിനെ എഗെയിൻസ്റ്റ് ആയിട്ടല്ല, അവരെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാണ്. ഓൾമോസ്റ്റ് ലൈക്ക് എ പ്രൈമോഡിയൽ. അവരുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനേ പറയുന്നുള്ളൂ. നല്ല രീതിക്കുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരും, ദീസ് ആർ ബാഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ. എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള സേഫ് വാട്ടർ പ്രൊവിഷൻ കൊടുക്കുന്നു, പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്ററി ലാറ്റിൻസിന്റെ പ്രൊവിഷൻ കൊടുക്കുന്നു. മറ്റേ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും, നമ്മുടെ മഴക്കാലം ആകുമ്പോൾ വെള്ളം കെട്ടി കിടക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ അവയർനെസ് കൊടുക്കില്ലേ? സോ ദാറ്റ് ഓൾ വിൽ കംസ് ഇൻ എൻവയോൺമെന്റൽ മോഡിഫിക്കേഷൻ. ന്യൂട്രീഷൻ എൻവയോൺമെന്റ് നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ, സ്കൂളിൽ ഫുഡ് കൊടുക്കുന്നത്, അംഗൻവാടീസിൽ ഫുഡ് കൊടുക്കുന്നത്, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെ ന്യൂട്രീഷൻ ഇന്റർവെൻഷനകത്ത് വരുന്നതായിരിക്കും. ആൻഡ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അവരുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാണ്. ഇനി സെക്കൻഡ് മോഡ് ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ്. അതായത് നമ്മുടെ വാക്സിനേഷൻ ഒക്കെ ഇല്ലേ, ഇമ്മ്യൂണൈസേഷൻ, അതൊക്കെ സ്പെസിഫിക് ആണ്. അതായത് പർട്ടിക്കുലർ ഒരു ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നു. സോ അതൊരു സ്പെസിഫിക് പ്രൊട്ടക്ഷനകത്ത് വരുന്നതായിരിക്കും. സോ നമ്മൾ മറ്റേടത്ത് ജനറലി ആയിരുന്നു ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുക ജനറലി. ബട്ട് സെക്കൻഡ് മോഡ് എന്തായിരിക്കും? നമ്മൾ സ്പെസിഫിക് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്തെങ്കിലും ഈ ഒക്യുപ്പേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്നത്, ഇപ്പം എക്സ്റേയിലൊക്കെ വർക്ക് ചെയ്യുന്നത്, അവർ ആ മറ്റേ ജാക്കറ്റ്സും ഫുള്ളൊക്കെ ഇടുന്നത്, അതൊരു ടൈപ്പ് ഓഫ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതായത് ആ റേഡിയേഷൻ ഏൽക്കാണ്ടിരിക്കുന്ന രീതിക്കുള്ള പ്രൊട്ടക്ഷൻ ഇടുന്നത്, അതൊരു ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഇമ്മ്യൂണൈസേഷൻ, പ്രോപ്പർ ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഡോക്ടേഴ്സ്, എസ്പെഷ്യലി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സ്, ഡോക്ടേഴ്സ്, അവരൊക്കെ മറ്റേ ഹെപ്പറ്റൈറ്റിസിന്റെ
വാക്സിനേഷൻ ഒരു പീരിയോഡിക്കലി എടുക്കുന്നത് എ ടൈപ്പ് ഓഫ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. സോ ദീസ് ഓൾ വിൽ കംസ് അണ്ടർ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, അതായത് പെർട്ടിക്കുലർലി ഒരു കാര്യത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഹെപ്പറ്റൈറ്റിസ് വരാണ്ടിരിക്കാൻ വേണ്ടി ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുക്കുന്നു, അല്ലെങ്കിൽ എക്സ്റേ റേഡിയേഷൻ കിട്ടുന്ന രീതിക്ക് വർക്ക് ചെയ്യുന്ന ഒരാൾ ആ റേഡിയേഷൻസ് പ്രിവെന്റ് ചെയ്തിരിക്കുന്ന ക്ലോത്ത്സ് വേറെ ആണെങ്കിൽ അത് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ്. പർട്ടിക്കുലർ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ എടുക്കുന്നു, അതൊരു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോവിഡ് വന്നപ്പോൾ മാസ്ക് യൂസ് ചെയ്തില്ല, ആ കോവിഡിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മാസ്ക് യൂസ് ചെയ്യുന്നു, സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സോ ദീസ് ആർ ദ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ആൻഡ് മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ എന്താ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഡിസീസിന്റെ സീക്വൻസ്, ഒരു നാച്ചുറൽ സീക്വൻസ് ഓഫ് ദ ഡിസീസിനെ നമ്മൾ ഇന്റർവെൻ ചെയ്യാണ്. അത് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആ ഡിസീസിനെ വരാണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടും ആ ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ദെൻ തേർഡ് ആണ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഈവൻ ഇനി ഡിസീസ് വന്നു കഴിഞ്ഞാൽ തന്നെ, ഡിസീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫെർദർ അതിന്റെ കോംപ്ലിക്കേഷൻ ഡെത്ത് അല്ലേ, അതിന്റെ ഫെർദർ പ്രോഗ്രസസ് നോക്കുവാണെങ്കിൽ. സോ അങ്ങോട്ടേക്ക് പോകാണ്ട്, ഫെർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാണ്ട് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലെവലിലേക്ക് അവരുടെ ഡിസബിലിറ്റി ആൻഡ് കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ തേർഡ് മോഡ് ഓഫ് ഇന്റർവെൻഷൻ. ആൻഡ് ഫോർത്ത് മോഡ് നോക്കുവാണെങ്കിൽ എന്തായിരിക്കും, ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു. സോ നമുക്ക് ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഡിസീസ്, എന്താണ് ഇമ്പയർമെന്റ്, എന്താണ് ഡിസബിലിറ്റി, എന്താണ് ഹാൻഡിക്യാപ്റ്റ് എന്ന് അറിയണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമ്പയർമെന്റ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്റ്റ് എന്നറിയണം. സോ ഡിസീസ് അല്ലെങ്കിൽ ഡിസീസ് എന്താണ്, ഇമ്പയർമെന്റ് എന്താണ്, ഹാൻഡിക്യാപ്റ്റ്, ഡിസബിലിറ്റി എന്താണ്, ഹാൻഡിക്യാപ്റ്റ് എന്താണ്. വളരെ സിമ്പിളി പറയാണ്, ഒരാൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അയാളുടെ ഒരു കാല് പോയി, ഓക്കെ, ഇതാണ് കണ്ടീഷൻ. സോ ഇതിനകത്ത് ആക്സിഡന്റ് ആയില്ലേ, അതാണ് ഡിസീസ്. ഓക്കെ, ഇനി അയാൾക്ക് ആക്സിഡന്റ് ആയപ്പോ കാല് പോയത് അയാളുടെ ഇമ്പയർമെന്റ് ആണ്. കാല് പോയ കാരണം അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല, അയാളുടെ ഡിസബിലിറ്റി ആണ്. നടക്കാൻ പറ്റാത്ത അയാളുടെ റെഗുലർ ലൈഫിനെ അഫക്ട് ചെയ്യുന്നു, അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ഡേ ടു ഡേ ലൈഫിനെ അഫക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഹാൻഡിക്യാപ്റ്റ് എന്ന് പറയുന്നത്. ആക്സിഡന്റ് ആയത് ഡിസീസ് ആണ്, ആ കാല് പോയത് അയാളുടെ ഇമ്പയർമെന്റ് ആണ്. കാല് പോയത് കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, അത് അയാളുടെ ഡിസബിലിറ്റി ആണ്. നടക്കാൻ പറ്റാത്ത കാരണം ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അയാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് അയാളുടെ ഹാൻഡിക്യാപ്റ്റ് ആണ്. സോ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസീസ്, ഇമ്പയർമെന്റ്, ഡിസബിലിറ്റി ആൻഡ് ഹാൻഡിക്യാപ്റ്റ്. ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനി ലോസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ഓഫ് ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ, അനാറ്റമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ, അല്ലെങ്കിൽ ഫംഗ്ഷൻ. അനാറ്റമിക്കൽ സ്ട്രക്ചറിനോ അല്ലെങ്കിൽ ഫംഗ്ഷനോ ചേഞ്ച് വരുന്നു, അതിനെയാണ് നമ്മൾ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കതിനെ ഒരു ലോസ് ഉണ്ടാവുന്നു, വെദർ ഇറ്റ് ഈസ് ഫംഗ്ഷൻ ഓർ ഇറ്റ് ഈസ് സ്ട്രക്ചർ, അതിനെയാണ് ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞത്. ആ ഇമ്പയർമെന്റ് കാരണം അയാൾക്ക് സർട്ടൺ ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്ത് പോകാൻ പറ്റുന്നില്ല, അതിനെയാണ് നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ആ ഡിസബിലിറ്റി കാരണം അയാൾക്ക് അയാളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ്, അയാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട റോൾ ഉണ്ടല്ലോ സൊസൈറ്റിയിൽ, അത് അയാൾക്ക് ക്യാരി ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അതിനെയാണ് നമ്മൾ ഹാൻഡിക്യാപ്റ്റ് എന്ന് പറയുന്നത്. സോ ആക്സിഡന്റ് ആവുന്ന ഡിസീസ്, ഫുഡ് ലോസ് ആവുന്നത് ഇമ്പയർമെന്റ്, ഫുഡ് ലോസ് ആവുന്ന അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല, അതാണ് ഡിസബിലിറ്റി. നടക്കാൻ പറ്റാത്ത കാരണം അയാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഹാൻഡിക്യാപ്റ്റ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ എന്താണ്, മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ഈസ് ഡിസബിലിറ്റി പ്രിവെൻഷൻ ആണ്. സോ അടുത്തൊരു നമ്മൾ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൻഷൻ കൊടുത്തിട്ട് ഈ ഡിസബിലിറ്റിനെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ഹെൽപ്പ് കൊടുത്തിട്ട് ഈ ഡിസബിലിറ്റിനെ പ്രിവെന്റ് ചെയ്യുക. അതെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? അതിനൊരു എക്സാമ്പിൾ ആണ്, ഒന്ന് നമുക്ക് ഈ പോളിയോ വാക്സിനേഷൻ. അതായത് പോളിയോ പോലൊരു അസുഖം വരുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം ബൈ ഗിവിംഗ് വാക്സിനേഷൻ. അല്ലെങ്കിൽ ഡിസബിലിറ്റി ലിമിറ്റേഷൻ ബൈ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്, അതായത് നമ്മുടെ സെക്കൻഡറി പ്രിവെൻഷൻ, ഏർലി ഡയഗ്നോസിസ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ നമുക്ക് ഡിസബിലിറ്റിനെ പ്രിവെന്റ് ചെയ്യാം. പ്രിവെന്റിംഗ് ദ ട്രാൻസിഷൻ ഓഫ് ഡിസബിലിറ്റി ഇൻ ടു ഹാൻഡിക്യാപ്റ്റ്, അതായത് ടെറിഷറി പ്രിവെൻഷൻ ആണത്. അതായത് ഇനി ഡിസബിലിറ്റി വന്നു, അതായത് കാല് പോയി നടക്കാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയും അതിനെ ഒരു ഹാൻഡിക്യാപ്പിലേക്ക് പോകാണ്ട് അയാൾക്ക് പറ്റുന്ന രീതിക്ക് ഒരു ജോബ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു റീഹാബിലിറ്റേറ്റീവ് മെത്തേഡ്സ് കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ട് അയാളെ ആ ഡിസബിലിറ്റിയിൽ നിന്നും ഹാൻഡിക്യാപ്പിലേക്ക് പോകുന്നതിനെ പ്രിവെന്റ് ചെയ്യുക. അതാണ് ദീസ് ഓൾ വിൽ കംസ് അണ്ടർ ഡിസബിലിറ്റി പ്രിവെൻഷൻ. ഒന്ന് ഡിസബിലിറ്റി, ആ ഇമ്പയർമെന്റ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുക, അതാണ് ഫസ്റ്റ്. റെഡ്യൂസ് ദ ഒക്കുറൻസ് ഓഫ് ഇമ്പയർമെന്റ്, അതായത് വാക്സിനേഷൻ കൊടുക്കുന്നു പോളിയോ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ മറ്റേ പറയത്തില്ലേ ആക്സിഡന്റ് ആകാൻ നമ്മൾ സേഫ് ആയിട്ട് ഡ്രൈവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയായിരിക്കും? ഫസ്റ്റ് ഈസ് റെഡ്യൂസിങ് ദ ഒക്കുറൻസ് ഓഫ് ഇമ്പയർമെന്റ്. സെക്കൻഡ്, ഇനി ഇമ്പയർമെന്റ് വന്നു കഴിഞ്ഞു, ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്യുക ബൈ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഇനി ഡിസബിലിറ്റി വന്നു കഴിഞ്ഞെങ്കിലും അതിനെ ഹാൻഡിക്യാപ്പിലേക്ക് പോകുന്നതിന് മുന്നേ പ്രിവെന്റ് ചെയ്യുക ബൈ ഗിവിംഗ് ടെറിഷറി പ്രിവെൻഷൻ. ദീസ് ആർ ഡിസബിലിറ്റി പ്രിവെൻഷൻ. സോ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ, നമ്മളൊരു ഡിസീസിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിനെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസബിലിറ്റി പ്രിവെൻഷൻ, ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതായിരിക്കും എന്തൊക്കെ, ഇമ്പയർമെന്റ് എന്താണ്,
ഡിസബിലിറ്റി എന്താണ്, ഹാൻഡിക്യാപ്ഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. സോ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ ഒരു ഡിസീസിന്റെ സീക്വൻസിനെ പ്രിവെന്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞു. അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞു സ്പെസിഫിക് പ്രൊട്ടക്ഷൻ, തേർഡ് പറഞ്ഞു ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഫോർത്ത് പറയുന്നതാണ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ. ഡിസബിലിറ്റി ലിമിറ്റേഷനകത്ത് നമ്മൾ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞു. ആദ്യം ഡിസബിലിറ്റി എന്താണ്, ഹാൻഡിക്യാപ്ഡ് എന്താണ് ഡിഫറൻസ് പറഞ്ഞു. ആൻഡ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം. ഒന്ന്, ഡിസബിലിറ്റി ആ ഇമ്പയർമെന്റ് ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുക. ഇനി ഇമ്പയർമെന്റ് ഉണ്ടായി കഴിഞ്ഞ ഡിസബിലിറ്റി ഉണ്ടായി കഴിഞ്ഞെങ്കിലും ആ ഡിസബിലിറ്റിനെ ലിമിറ്റ് ചെയ്യുക ബൈ ഏർലി ട്രീറ്റ്മെന്റ് ആൻഡ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഇനി ഡിസബിലിറ്റി ഉണ്ടായി കഴിഞ്ഞെങ്കിലും ഹാൻഡിക്യാപ്പിലേക്ക് പോകുന്നതിന് പ്രിവെന്റ് ചെയ്യുക ബൈ ഗിവിംഗ് ടെർഷ്യറി പ്രിവെൻഷൻ. ആൻഡ് ലാസ്റ്റ് മോഡ് ഓഫ് ഇന്റർവെൻഷൻ ആണ് റീഹാബിലിറ്റേഷൻ. ഈ നമുക്കറിയാം റീഹാബിലിറ്റേഷൻ എന്ന വേർഡിന്റെ മീനിങ് എന്താണ്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർക്ക് ഈ ഒരു ഡിസബിലിറ്റിയും ഹാൻഡിക്യാപ്റ്റും ആയി കഴിഞ്ഞു, അങ്ങനെയുള്ളവരെ അവരെ വീണ്ടും എന്തെങ്കിലും രീതിക്ക്, അതായത് അവരെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും. മെഡിക്കൽ, സോഷ്യൽ, എഡ്യൂക്കേഷണൽ, വൊക്കേഷണൽ എല്ലാ രീതിക്കുള്ള എഫക്റ്റൂടെ ചേർന്നിട്ടായിരിക്കും. അതായത് അവരെ നമ്മൾ ട്രെയിനിങ് ചെയ്യാണ് അല്ലെങ്കിൽ റീട്രെയിനിങ് ചെയ്യാണ് ഉള്ള ഫങ്ഷണൽ എബിലിറ്റി വെച്ചിട്ട്. ഇപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കാല് പോയി, ഇപ്പൊ മറ്റേ കാല് നമ്മുടെ ബാക്കിയുള്ള 3 എക്സ്ട്രിമിറ്റി വെച്ചിട്ട് അയാൾക്ക് ഹയസ്റ്റ് പോസിബിൾ ലെവലിൽ എങ്ങനെ ജീവിക്കാൻ പറ്റുന്ന അയാളെ ട്രെയിനിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പൈൻഡ് ആൻഡ് കോർഡിനേറ്റഡ് യൂസ് ഓഫ് മെഡിക്കൽ, സോഷ്യൽ, എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ മെഷർ ആയിരിക്കും എന്ത് നമ്മൾ കൊടുക്കുന്നത്, ഫോർ ട്രെയിനിങ് ആൻഡ് റിട്രെയിനിങ് ദ ഇൻഡിവിജ്വൽ ടു ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഫങ്ഷണൽ എബിലിറ്റി. അയാൾക്ക് ഉള്ള എബിലിറ്റി വെച്ചിട്ട്, അയാൾക്ക് ലോസ് ആയതല്ലാണ്ട് ബാക്കിയുള്ള എബിലിറ്റി വെച്ചിട്ട് അയാൾക്ക് ഹയസ്റ്റ് പോസിബിൾ രീതിയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞത്. റീഹാബിലിറ്റേഷൻ അഗെയിൻ ഓഫ് മെഡിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, റിസ്റ്റോറേഷൻ ഓഫ് ഫങ്ഷൻ, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്. അതായത് അയാളുടെ കപ്പാസിറ്റി, അയാൾക്ക് ഇപ്പോൾ ഉള്ള ലെവലിൽ വെച്ചിട്ട് അയാൾക്ക് ഒരു ജോലി എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിലേക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, തിരിച്ചൊരു സോഷ്യൽ ആൻഡ് ഫാമിലിയർ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ കാല് പോകണമെങ്കിൽ ഉറപ്പായിട്ട് അയാളുടെ കോൺഫിഡൻസ് ഒക്കെ ലോസ് ആവില്ലേ. സോ ആ ഒരു പേഴ്സണൽ ഡിഗ്നിറ്റിയും കോൺഫിഡൻസ് ഒക്കെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻസ് ഉണ്ട്. സോ ദീസ് റീഹാബിലിറ്റേഷൻസ് ഓൾ കം ടുഗദർ ഇൻ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ. സോ മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ എന്താന്ന് പറഞ്ഞു, നമ്മൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പറഞ്ഞു. ആദ്യം 4 ടൈപ്പ് ഓഫ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്. പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമോഡിയൽ റിസ്ക് ഫാക്ടേഴ്സിനെയും വരുന്നതിന് പ്രിവെന്റ് ചെയ്യുന്നതാണ് പ്രൈമോഡിയൽ. റിസ്ക് ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞു ഡിസീസ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതായിരിക്കും പ്രൈമറി. സെക്കൻഡറി ആണെങ്കിൽ എന്താണ്, ഡിസീസ് വന്നു ഏർലി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യാണ്ട് ഫർദർ കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ടത്, ദാറ്റ് ഈസ് സെക്കൻഡറി. ടെറിഷറി എന്താണ്, കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞു ഇനി ഫർദർ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ അതിന്റെ ഫർദർ പ്രോഗ്രസ് ആകാണ്ട് പ്രിവെന്റ് ചെയ്യുന്നതിനായിരിക്കും നമ്മൾ ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞത്. മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ 5 ടൈപ്സ് ആയിരിക്കും. ഒരു ഡിസീസിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസിനെ നമ്മൾ ഇന്റർവെൻ ചെയ്യണം, നമ്മൾ അതിനെ തടയാൻ നോക്കുവാണ്. ദാറ്റ് ഇന്റർവെൻഷൻസിനാണ് മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. 5 മോഡ്സ് ഓഫ് ഇന്റർവെൻഷൻസ് ഉണ്ട്. ഒന്ന് ബൈ ഹെൽത്ത് പ്രൊമോഷൻ, ഹെൽത്ത് ആളുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസീസ് വരുന്നതിനെ പ്രിവെന്റ് ചെയ്യാം. സെക്കൻഡ്, സ്പെസിഫിക് ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാം അഗെയിൻസ്റ്റ് സർട്ടൻ ഡിസീസസ്, ദാറ്റ് ഈസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. തേർഡ്, ബൈ ഡയഗ്നോസിങ് ഏർലി, ഇനി ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഏർലി ആയി ഡയഗ്നോസ് ചെയ്ത് ഫർദർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാം. ഫോർത്ത്, ഡിസബിലിറ്റി ലിമിറ്റേഷൻ, ഡിസബിലിറ്റിനെ ലിമിറ്റ് ചെയ്യാൻ. ആൻഡ് ഫിഫ്ത് ഈസ് ഈവൻ ഡിസബിലിറ്റീസും ഹാൻഡിക്യാപ്റ്റും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ള കപ്പാസിറ്റി വെച്ചിട്ട് ഹയസ്റ്റ് പോസിബിൾ ലെവലിൽ അവരെ ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് rehabilitation. So these are the 5 modes of intervention. So ഇത്രയാണ് മെയിൻലി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഓഫ് ദിസ് ചാപ്റ്റർ. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഓൾ ദ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി MCQ സ്റ്റാർട്ട് ചെയ്യാം. MCQ സ്റ്റാർട്ട് ചെയ്തതിന്റെ കൂടെ വിട്ടുപോയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ വി കാൻ ഗോ വിത്ത് ദ MCQs. MCQs സ്റ്റാർട്ട് ചെയ്യട്ടെ? MCQ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഞാൻ സാർ ഉണ്ടോന്ന് അറിയില്ല. സാറിന് ഞാൻ MCQന്റെ ഒരു PDF അയച്ചിട്ടുണ്ട്. സാർ ഉണ്ടെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് അതിൽ കാണാം. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യണുണ്ട് ആ സെയിം PDF. ഇത് വിസിബിൾ ആണല്ലോ? വിസിബിൾ ആയിട്ടുണ്ടോ? ഡോക്ടർ വിസിബിൾ ആണ്.
ഓക്കെ. ഇത് ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. സാറ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് അതിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞ് വേഗം പോകാം. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ചില ക്വസ്റ്റ്യൻസ് അത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരുന്നുണ്ടായിരിക്കും. ഇത് ഈ 8th ക്വസ്റ്റ്യൻ നോക്ക്, ഇതിന്റെ ഓപ്ഷൻസ് കണ്ടല്ലേ. ഇപ്പം 4 ഓപ്ഷൻ ഉണ്ട്, ആൻഡ് ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും. ചിലപ്പം ഈ ഒരു കമ്പോണന്റ് കാണത്തില്ല ഇതിനകത്ത്. ഓക്കെ, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അതിന് ഒറ്റ ആൻസർ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോ, definition of health given by WHO include which of the following dimension? എന്താണ് അതിന്റെ ആൻസർ? നമ്മുടെ ഡോക്ടറെ PDF ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ സർ. സോ അവർക്ക് അല്ല, ഇനി ഇതിൽ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടാ സർ അയച്ചത് ഞാൻ. എല്ലാവരുടെയും എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. ഓക്കെ. സോ നിങ്ങൾ ആൻസർ പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നത് കൊണ്ട് യൂസ് ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ടൈപ്പ് ദ ആൻസർ, 1 or 2 people. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. Definition of health given by WHO include which of the following dimension? ഞാൻ നേരത്തെ പറഞ്ഞു സിംഗിൾ ആൻസർ ആയിരിക്കത്തില്ല, ചിലപ്പോൾ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരാം. മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് തരിക. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. നമ്മൾ അതിന്റെ ഹെൽത്തിന്റെ ഡെഫിനേഷൻ നേരത്തെ പഠിച്ചിരുന്ന. WHO ഹെൽത്തിന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. ബട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു, ഒരു റീസെന്റ് ആയിട്ടുള്ള അഡീഷൻ ഉണ്ട്. എന്തായിരുന്നു? ആൻഡ് എബിലിറ്റി ടു ലീഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. സോ ഈവൻ എക്കണോമിക്കലി കൂടെ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. ഈ ക്വസ്റ്റ്യന്റെ താഴെ വീണ്ടും വരും ഓപ്ഷൻ നമ്പർ 1 A only, ഓപ്ഷൻ നമ്പർ 2 A, B and D only. ലൈക്ക് ദിസ് ദ ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ആൻസർ പറഞ്ഞ് നിർത്തണ്ട. നിങ്ങൾക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന ആൻസർ ഫുള്ള് പറഞ്ഞു. മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ഇതിന്റെ ആൻസർ എഴുതിയിട്ട് അയക്കാവേ സർ, ആൻസർ കീയും കൂടെ. സോ വി ജസ്റ്റ് ഡിസ്കസ് നൗ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോ ആൻസർ ഈസ് A, social, physical, mental and we can say even economical also. So what is the second question? Standard of living by WHO include all except. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിനകത്ത് വരാത്തതിനകത്ത് ഏതാ? ഹ്യൂമൻ റൈറ്റ്സ്. കറക്റ്റ്, ഹ്യൂമൻ റൈറ്റ്സ് അല്ലെ. നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ പറ്റി പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്തായിരിക്കും? നമ്മുടെ ലെവൽ ഓഫ് വെൽബീയിങ്ങിന്റെ ഒബ്ജക്റ്റീവ് കമ്പോണന്റ് ആണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അതിനകത്ത് വരുന്ന എന്തൊക്കെയായിരിക്കും? ഇൻകം ആൻഡ് ഒക്യുപ്പേഷൻ ഉണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ് ഓഫ് ഹൗസിംഗ്, സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ ഉണ്ടായിരിക്കും, ലെവൽസ് ഓഫ് പ്രൊവിഷൻ ഓഫ് ഹെൽത്ത്, എഡ്യൂക്കേഷണൽ, റിക്രിയേഷണൽ ആൻഡ് അതർ സർവീസ്. ഇതെല്ലാം വന്നിട്ടായിരിക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ വരുന്നത്. വരാത്തതിനകത്ത് ഹ്യൂമൻ റൈറ്റ്സ് ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, human living standards can be compared in different countries by. Again standard of living compare ചെയ്യുന്നു. ഏതായിരിക്കും ആൻസർ? നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ പഠിച്ച ഏതാണ് ഇതിനകത്ത്? PQLലേക്ക് നമ്മൾ പഠിച്ചത് ഡിസബിലിറ്റിക്കകത്താണ്, റൈറ്റ്? നമ്മൾ പറഞ്ഞു ലെവൽ ക്വാളിറ്റി ഓഫ് വെൽബീയിങ് സബ്ജക്റ്റീവ് കമ്പോണന്റും ഒബ്ജക്റ്റീവ് കമ്പോണന്റും ഉണ്ട്. സബ്ജക്റ്റീവ് കമ്പോണന്റ് ഈസ് ക്വാളിറ്റി ഓഫ് ലൈഫ്, സബ്ജക്റ്റീവ് കമ്പോണന്റ് ഈസ് standard of living and level of living. So HDI is the correct answer. HDI, Human Development Index. Quality of life നമ്മൾ അസസ് ചെയ്യുന്ന രണ്ട് രീതി ആയിരിക്കും, PQLI and HDI എന്ന് പറഞ്ഞില്ലേ. സോ HDI ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, അത് നമ്മൾ ഈ ചാപ്റ്ററിൽ അത് കുറച്ചൊരു ഔട്ട് ചെയ്ത് വന്നിട്ട് അതിനെ പറ്റി ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഐ വിൽ ടെൽ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഞാൻ എനിക്ക് അതിനെ കുറച്ച് റെഫർ ചെയ്യണം. ഇറ്റ് ഈസ് ഒട്ടാവ ചാർട്ടർ ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ ഇൻകോർപ്പറേറ്റ് ഓൾ ഓഫ് ദ ഫോളോയിങ് കീ ആക്ഷൻസ് ഏരിയ എക്സെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻ വിൽ കീപ് ഇറ്റ് ഫോർ നെക്സ്റ്റ് ക്ലാസ്. ഐ വിൽ സമ്മറൈസ് വാട്ട് ദിസ് ഒട്ടാവ ചാർട്ടർ ഓഫ് ഹെൽത്ത് പ്രൊമോഷൻ, അത് എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 5 is ബയോമെഡിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്? ഈ താഴെ പറഞ്ഞിട്ടിരിക്കുന്ന ഓപ്ഷനിൽ ബയോമെഡിക്കൽ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്? Germ theory of disease, absence of pain, social and psychological factors, equilibrium between man and environment. Germ theory of disease. Germ theory of disease, correct. Biomedical concept of health, germ theory of disease നെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉള്ളത്.
all are true of positive health in today's world. ഒരു മിനിറ്റ്. All are true of positive health in today's world except. ഏതാണ് ഉത്തരം വരുന്നത്? പോസിറ്റീവ് ഹെൽത്തിനെ പറ്റി പഠിച്ചറിയിക്കുക. പോസിറ്റീവ് ഹെൽത്ത് എന്തായിരിക്കും ആൻഡ് പോസിറ്റീവ് ഹെൽത്തിനെ വെച്ചിട്ട് ഇതിനകത്ത് വരാത്തത് ഏതാണ്? ഡിപ്പെൻഡന്റ് ഓൺ സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചർ, marriage because of changing environment, body and mind at peace, changing behavior with respect to the change in feature. ഇതിനകത്ത് പോസിറ്റീവ് ഹെൽത്തിൽ വരാത്തത് ചേഞ്ചിങ് ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഫ്യൂച്ചർ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ പോസിറ്റീവ് ഹെൽത്തിൽ അത് ഇത് ഉള്ള കാരണമാണ്, ഡി നടക്കുന്ന കാരണമാണ് പോസിറ്റീവ് ഹെൽത്ത് ഒരു കൺസെപ്റ്റ് മാത്രമാണ്, ഒരിക്കലും റിയാലിറ്റി അല്ല നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? ചേഞ്ചിങ് ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഫ്യൂച്ചർ. അതുകൊണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് ഹെൽത്ത് ഒരിക്കലും അറ്റൈനബിൾ അല്ല എന്ന് പറയുന്നത്. So the answer is D. Then ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അത് വരാത്ത ഏതായിരിക്കും? നമ്മൾ അഗെയിൻ പറഞ്ഞു എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. നമ്മുടെ ലെവൽ ഓഫ് വെൽബീയിങ്ങിന് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് കമ്പോണന്റ് ഉണ്ട്. സബ്ജക്റ്റീവ് കമ്പോണന്റിനകത്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് പറയുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് എ സബ്ജക്റ്റീവ് കമ്പോണന്റ്. അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് PQLI ആൻഡ് HDI. PQLI എന്താണ്? What is PQLI? PQLI എന്തായിരുന്നു? Physical quality of life. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ആണ് PQLI. ആൻഡ് HDI എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ളതാണ്. ഔട്ട് ഓഫ് ഇതിനകത്ത് PQLI വരാത്ത ഏതാണ് അല്ലെങ്കിൽ HDIക്കകത്ത് വരാത്ത ഏതാണ്? സോ ഗിവ് മി ദ ആൻസർ. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതായിരിക്കും? ഞാൻ ഒന്നും കൂടെ പറയാം. PQLI വരുന്ന എന്തൊക്കെയായിരിക്കും? PQLI രണ്ടിലും മൂന്ന് ഫാക്ടേഴ്സ് ആയിരിക്കും ഉള്ളത്. PQLI വരുന്നത് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ്. ഇത് മൂന്നുമായിരിക്കും PQLI വരുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ്. അതിന്റെ റേഞ്ച് 0 to 100 ആയിരിക്കും. ഇനി HDI ആണെങ്കിൽ എന്തായിരിക്കും? ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ആയിരിക്കും. അത് നമ്മൾ പറയുന്നതായിരിക്കും ലോഞ്ചിവിറ്റി. ഇൻ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് PQLI ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1 ആയിരിക്കും. ഇൻകം ആൻഡ് നോളേജ്. സോ ഇതിനകത്ത് ഏതാണ് ആൻസർ? HDIക്കകത്ത് വരാത്ത ഏതായിരിക്കും? നോളേജ് മെഷർ ചെയ്യുന്നത് എപ്പോഴും മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് HDIയിലുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1 ആണോ ഉള്ളത്? ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ആണോ ഉള്ളത്? Life expectancy at birth. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ആണ് HDIയിലുള്ളത്. ആൻഡ് അഗെയിൻ റിയൽ GDP per capita it is giving a rate of income and literacy again mean years of schooling കൂട്ടാം. സോ ഇതിനകത്ത് എക്സെപ്റ്റ് ചെയ്തായിരിക്കും ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1 ആയിരിക്കും. സോ അതാണ് ആൻസർ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The physical quality of life index considered. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഏതൊക്കെയാണ്? എക്സ്പെക്ടൻസി ഓഫ് ലൈഫ് അറ്റ് ബർത്ത് ഉണ്ടോ? ഇല്ല. സോ അതിന് താഴെയുള്ളത് 3 അല്ലേ? എക്സ്പെക്ടൻസി ഓഫ് ലൈഫ് അറ്റ് ഏജ് 1, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ലിറ്ററസി റേറ്റ്. അത് 3 ഉള്ള ഓപ്ഷൻ ആയിരിക്കും ആൻസർ. സോ ദ ആൻസർ ഈസ് ഡി. സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ആർ കറക്റ്റ്. മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ലൈഫ് എക്സ്പെക്ട്. ആൻഡ് ഞാൻ ഈ ഇട്ടേക്കുന്ന MCക്ക് കുറച്ചധികം ഡെപ്തിലേക്ക് പോകണുണ്ടേ. ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവുക. ഇൻ കേസ് ഇത്ര ഡെപ്തിലേക്ക് പോകുന്ന എനിക്ക് അറിയില്ല ഫോർ ദ PSC എക്സാമിനേഷൻസ്, ബട്ട് സ്റ്റിൽ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാണ്. സോ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് HDI. HDIക്കകത്ത് നമ്മൾ പറഞ്ഞില്ലേ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആൻസർ ആക്ച്വലി ഇത് നണ്ണാണ്. ഇതിന്റെ ആൻസർ വരുന്നത് minimum value for calculating the life expectancy is 20 years and maximum is 85 ആണ്. Okay, minimum and maximum value established for calculation of life expectancy at birth, minimum value is 20, maximum value 85 ആണ്. ഇതിനകത്ത് 25, 85 ഉള്ള കാരണമാണ് none ആണ് അതിന്റെ ആൻസർ. ക്ലിയർ? So minimum value is 20 and the maximum value is 85 ആണ് യൂസ് ചെയ്യുന്നത് for calculating the life expectancy in case of HDI. ഒരു ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ റേഞ്ച് എത്രയാണ്? PQLI റേഞ്ച് 0 to 100,
0 to 0 1. to 1 ആണ് HDI യുടേത്. കറക്റ്റ്. ഇനി വീണ്ടും സെയിം ക്വസ്റ്റ്യൻ വരുന്നു. HDI ഇൻക്ലൂഡ്സ്, ഇതിനകത്ത് ഏതാണ് HDIക്കകത്തുള്ളത്? Life expectancy, birth. ലൈഫ് എക്സ്പീരിയൻസ് ബർത്ത് മാത്രമേ ഉള്ളോ? അല്ല, അഡൽട്ട് ലിറ്ററസി റേറ്റും GDP. ആ കറക്റ്റ്. 3 ഓപ്ഷൻസ് അതിന് വരുന്നുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്തും അഡൽട്ട് ലിറ്ററസി റേറ്റും GDP. ഞാൻ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ അവർ കംപ്ലീറ്റ് അല്ല, ചിലയിടത്ത് ജസ്റ്റ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ളതിന് താഴെ വീണ്ടും ഓപ്ഷൻസ് വരാം. ഓക്കെ, എ ഉള്ളി, A and B ഉള്ളി, ABD അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടെ വരണം. അവർ ജസ്റ്റ് ഓപ്ഷൻസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. സോ ഈ ഞാൻ തന്ന ഇതിനകത്തുള്ളതിനകത്ത് ഒറ്റ ആൻസർ മാത്രമായിട്ട് വിചാരിക്കരുത്. സോ HDI ഇൻക്ലൂഡ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്തും അഡൽട്ട് ലിറ്ററസി റേറ്റ് ആൻഡ് GDP. ഇത് മൂന്നും എന്റെ കറക്റ്റ് ആൻസേഴ്സ് ആണ്. ഓക്കെ, സോ പോവേർട്ടി ഇൻഡെക്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡെപ്രിവേഷൻ ഓഫ്. അത് നമുക്ക് ആദ്യം എന്തറിയണം? പോവേർട്ടി ഇൻഡെക്സ് എന്താണെന്ന് അറിയണം അല്ലെ? ദർ ഇസ് എൻ ഇൻഡെക്സ് കോൾഡ് ആസ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ്. ഓക്കെ, മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് എന്നൊരു ഇൻഡെക്സ് ഉണ്ട്. ഇതൊരു അഡീഷണൽ ആണ്. സോ എന്താണ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിൽ വരുന്നത് നോക്കുവാണെങ്കിൽ 3 ഡയമെൻഷൻസ് ഉണ്ട്. ഓക്കെ, മൊത്തത്തിൽ 10 ഡയമെൻഷൻ ഉണ്ട്. അതിന് നമുക്ക് സമ്മറൈസ് ചെയ്ത് 3 ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാം. 10 ഇൻഡിക്കേറ്റർ 3 ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. 3 ഡയമെൻഷൻ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആയിരിക്കും. ഓക്കെ, അഡീഷണലി പറയുന്നത് ഐ വിൽ സർക്കുലേറ്റ് ബൈ ടുമാറോ ആസ് എ നോട്ട്സ്. ഞാനൊരു നോട്ട്സ് ഇടാതെ നാളെ തന്നെ സർക്കുലേറ്റ് ചെയ്തേക്കാം. ഹെൽത്ത് ഉണ്ടാവും, എഡ്യൂക്കേഷൻ ഉണ്ടാകും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടായിരിക്കും. ഇത് 3 ആയിരിക്കും ഡയമെൻഷൻസ്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുവാണെങ്കിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഹെൽത്തിന്റെ 2 ഇൻഡിക്കേറ്റർ ആണ് ന്യൂട്രീഷനും ചൈൽഡ് മോർട്ടാലിറ്റി. എഡ്യൂക്കേഷന് 2 ഉണ്ടായിരിക്കും, ദാറ്റ് ഇസ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആൻഡ് സ്കൂൾ അറ്റൻഡൻസ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നോക്കുന്നത് കുക്കിംഗ് ഫ്യൂൽ ഏതാണ് യൂസ് ചെയ്യുന്നത്, സാനിറ്റേഷൻ എങ്ങനെയാണ്, ഡ്രിങ്കിങ് വാട്ടർ എങ്ങനെയാണ്, ഇലക്ട്രിസിറ്റി ഉണ്ടോ, ഹൗസിംഗ്, അസറ്റ്സ്. ഇങ്ങനെ 10 ഇൻഡിക്കേറ്ററും 3 ഡയമെൻഷൻസും ആയിരിക്കും പോവേർട്ടി ഇൻഡെക്സ്, അതായത് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിൽ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? പോവേർട്ടി ഇൻഡെക്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡെപ്രിവേഷൻ ഓഫ് ഹെൽത്ത്, നോളേജ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ഇൻകം. ഇതിനകത്ത് ഓപ്ഷൻ ഏതാ? Income. ഡി ഇൻകം, റൈറ്റ്. സോ ഡയമെൻഷൻ ഓഫ് മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സിനകത്ത് വരുന്നത് ഹെൽത്തും എഡ്യൂക്കേഷനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും വരുന്നുണ്ട്, ഇൻകം വരുന്നില്ല. സോ ഇൻകം ആണ് അവിടുത്തെ ആൻസർ. Then 13th question, again in consideration of education index in HDI which is not true. ഇത് കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ പോകുന്നതാണ്. എഡ്യൂക്കേഷൻ ഇൻഡെക്സ് നമ്മൾ HDI എഡ്യൂക്കേഷൻ ഇൻഡെക്സിനകത്ത് ഇതിനകത്ത് ഏതാ വരാത്തത് നോക്കുകയാണെങ്കിൽ ദ ആൻസർ ഈസ് സി ആണ്. അതായത് എഡ്യൂക്കേഷൻ ഇൻഡെക്സ് നോക്കുന്നത് എന്താണ്? ഞാൻ പറയല്ലേ, എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ഇൻ HDI നോക്കുന്നത് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആണ്. എത്ര നാൾ അവർക്ക് സ്കൂളിംഗ് പോയിട്ടുണ്ട്. സോ പ്രൈമറി എഡ്യൂക്കേഷൻ അല്ല അവിടെ നോക്കുന്നത്, സെക്കൻഡറി എഡ്യൂക്കേഷന്റെ എൻറോൾമെന്റ് ആയിരിക്കും നോക്കുന്നത്. സോ ദ ആൻസർ ഈസ് സി. ഗ്രോസ് എൻറോൾമെന്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഈസ് കൺസിഡർഡ് ആൻഡ് നോട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ദ ആൻസർ ഈസ് സി. Again 14 സെയിം തന്നെ വരുന്നുണ്ട്. PQLI lies between 0 and 100. 0 to 100. 100. PQLI യുടെ റേഞ്ച് 0 to 100 ഉം HDI യുടെ റേഞ്ച് 0 to 1 ആയിരിക്കും. സോ PQLI എന്താണ്? ഒബ്ജക്റ്റീവ് കമ്പോണന്റ് ഓഫ് ലെവൽ ഓഫ് ലിവിംഗ്, സബ്ജക്റ്റീവ് കമ്പോണന്റ് ഓഫ് ലെവൽ ഓഫ് ലിവിംഗ്, ഒബ്ജക്റ്റീവ് കമ്പോണന്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്, സബ്ജക്റ്റീവ് കമ്പോണന്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്താണ് PQLI? നമ്മൾ പറഞ്ഞു ലെവൽ ഓഫ് വെൽബീയിങ്ങിന്റെ ഒബ്ജക്റ്റീവ് കമ്പോണന്റും സബ്ജക്റ്റീവ് കമ്പോണന്റും ഉണ്ട്. ഒബ്ജക്റ്റീവ് കമ്പോണന്റ് ആണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും ലെവൽ ഓഫ് ലിവിംഗും. സബ്ജക്റ്റീവ് കമ്പോണന്റ് ആണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് PQLIയും HDIയും. Now give me the answer. PQLI is Subjective component of quality of life. subjective component of quality of life. Correct. മനസ്സിലാവുന്നില്ലേ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയണേ. And next is, which of the following is a mortality indicator? ഇതിൽ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ ഏതാണ്? ലൈഫ് എക്സ്പെക്ടൻസി, നോട്ടിഫിക്കേഷൻ റേറ്റ്, ഡാലി, ബെഡ് ടേൺ ഓവർ റേഷ്യ. നമ്മൾ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ പഠിച്ചില്ല. അത് ഏതാണ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്ററിൽ പഠിച്ചത്? മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ നമ്മൾ പഠിച്ചു ക്രൂഡ്, ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്,
ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് ഇതിനകത്തുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈഫ് എക്സ്പെക്ടൻസി. ലൈഫ് എക്സ്പെക്ടൻസി. സോ ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ളതിനകത്തുള്ള മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ ലൈഫ് എക്സ്പെക്ടൻസി ആയിരിക്കും. നോട്ടിഫിക്കേഷൻ റേറ്റ് മോബിഡിറ്റി ഇൻഡിക്കേറ്ററിനകത്താണ് നമ്മൾ പറഞ്ഞത്. ഡാലി ഡിസബിലിറ്റി ഇൻഡിക്കേറ്ററിനകത്താണ് നമ്മൾ പഠിച്ചത്. ബെഡ് ടേൺ ഓവർ റേഷ്യോ അഗെയിൻ യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്ററിനകത്താണ് നമ്മൾ പഠിച്ചത് അല്ലെ. സോ ദീസ് ആർ ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇതിനകത്ത് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്ററിനകത്ത് വരുന്നത് ലൈഫ് എക്സ്പെക്ടൻസി മാത്രമായിരിക്കും. ഓക്കെ, ദെൻ മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിൽ. ഇത് അധികം ഞാൻ വീണ്ടും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കുപ്പുസാമി സ്കെയിലിനെ പറ്റിയിട്ട്. ഈവൻ ഇറ്റ് വാസ് ദെയർ ഫോർ ദ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം. മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിൽ ഇൻക്ലൂഡഡ് ഓൾ ക്രൈറ്റീരിയ ഫോർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. സോ നമുക്ക് ആദ്യം അറിയണം എന്താണ് മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിൽ, എന്തിനാ യൂസ് ചെയ്യണമെന്ന്. സോ ഫസ്റ്റ് ഞാൻ പറയാം എന്താണ് മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിൽ. ദിസ് ഇസ് എ സ്കെയിൽ ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് അർബൻ ഫാമിലീസ് ആയിരിക്കും. അർബൻ ഫാമിലിയുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ നോക്കുന്ന ഒരു സ്കെയിലാണ് മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്കെയിൽ യൂസ്ഡ് ഫോർ ഇറ്റ് ഈസ് എ സ്കെയിൽ ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് അർബൻ ഫാമിലീസ് ആയിരിക്കും. അതിന് 3 കമ്പണൻസ് ആയിരിക്കും ഉള്ളത്. എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഓഫ് ഹെഡ് ഓഫ് ദ ഫാമിലി. ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, occupation of the head of the family, head of the ഫാമിലിയുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്, ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ occupation ആൻഡ് ഇൻകം പെർ ക്യാപിറ്റ പെർ മന്ത്. ഇത് 3 ആയിരിക്കും നമ്മൾ എന്തിൽ നോക്കുന്നത്, കുപ്പുസാമി സ്കെയിലിൽ നോക്കുന്നത്. സോ ആദ്യം പറഞ്ഞു എന്താണ് മോഡിഫൈഡ് കുപ്പുസാമി സ്കെയില്. സ്കെയിൽ ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ അർബൻ ഫാമിലീസ് ആയിരിക്കും. 3 കമ്പോണന്റ് ഉണ്ടായിരിക്കും. എഡ്യൂക്കേഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി, occupation of the head of the family, income per capita per month. So ഇതിനകത്ത് മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിലിൽ വരാത്ത എന്താണ്, ചെറിയൊരു ഡിഫറൻസ്. ഇൻകം ഓഫ് ഹെഡ്, ഇൻകം ഓഫ് ഹെഡ് ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. 2 എഡ്യൂക്കേഷനും ഒക്യുപ്പേഷനും ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ ആണ് പറയുന്നതെങ്കിലും ഇൻകം വന്ന് പെർ ക്യാപിറ്റ ആണ് പറയുന്നത്. ഓക്കെ, സോ ഇൻകം ഓഫ് ഹെഡ് ആയിരിക്കും അതിനകത്ത് എക്സെപ്ഷൻ. ക്ലിയർ? എന്താണ് മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിൽ എന്ന് മനസ്സിലായല്ലോ. മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിൽ യൂസ് ചെയ്യുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് അർബൻ ഫാമിലീസിനെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനകത്തുള്ളത് ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ട്, ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ ഒക്യുപ്പേഷൻ നോക്കുന്നുണ്ട്, ഇൻകം പെർ ക്യാപിറ്റ പെർ മന്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, then next question, expectation of life free of disabilities known as. Again another topic നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അതിന്റെ ആൻസർ ആക്ച്വലി സെൽവിയൻ ഇൻഡെക്സ് ആയിരിക്കും. ഓക്കെ, സെൽവിയൻ ഇൻഡെക്സ് എന്താ നമുക്ക് ആദ്യം അറിയണം. സെൽവിയൻ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ലൈഫ് എക്സ്പെക്ടൻസി മൈനസ് ഡ്യൂറേഷൻ ഓഫ് ഡിസബിലിറ്റി. അതിനാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചില്ലായിരുന്നോ. ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്, ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്, ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ്, ഹാല് ഡാലി കോളി എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ചില്ലേ. അതിന്റെ കൂടെയുള്ള ഒരു അഡീഷൻ സാധനമാണ് ഈ സിൽവിയൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിൽവിയൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലൈഫ് എക്സ്പെക്ടൻസി. നമ്മൾ ലൈഫ് എക്സ്പെക്ടൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ജനിക്കുന്ന കുട്ടി എത്ര വർഷം ജീവിക്കും എന്നുള്ളത്. സോ ലൈഫ് എക്സ്പെക്ടൻസിയിൽ നിന്ന് എന്തിനെ കുറയ്ക്കണം, ഡ്യൂറേഷൻ ഓഫ് ഡിസബിലിറ്റിനെ കുറയ്ക്കണം. അതിനെയാണ് നമ്മൾ സിൽവിയൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ലൈഫ് എക്സ്പെക്ടൻസി മൈനസ് ഡ്യൂറേഷൻ ഓഫ് ഡിസബിലിറ്റി. അതായത് അയാൾ ഡിസബിലിറ്റി ഒന്നും ഇല്ലാണ്ട് എത്ര നാള് ജീവിച്ചു, അതാണ് ക്വസ്റ്റ്യൻ. എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് ഫ്രീ ഓഫ് ഡിസബിലിറ്റി. എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് മൈനസ് ഫ്രീ ഓഫ് ഡിസബിലിറ്റി വിൽ ഗീവ് us സെൽവിയൻ ഇൻഡെക്സ്. സോ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, സോ ഇതിനെ വേറെ പറയുന്നതായിരിക്കും ഡിസബിലിറ്റി ഫ്രീ ലൈഫ് എക്സ്പെക്ടൻസി എന്നും പറയും. ഈ സെൽവിയൻ ഇൻഡെക്സിനെ പറയുന്നതായിരിക്കും ഡിസബിലിറ്റി ഫ്രീ ലൈഫ് എക്സ്പെക്ടൻസി. So what is Sylvian index? Life expectancy minus duration of disability ആയിരിക്കും. It is also known as disability free life expectancy. Okay, so നമ്മൾ 2 കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞത് ഇപ്പം. ഒന്ന് മോഡിഫൈഡ് കുപ്പുസാമി സ്കെയിൽ പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് സെൽവിയൻ ഇൻഡെക്സ് എന്നുള്ള കാര്യവും പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the best index for burden of disease and effectiveness of intervention. ഇന്നലെ നമ്മളത് പഠിച്ചപ്പോൾ ഞാൻ ഈ ടേം തന്നെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. It is the best index for burden of disease and effectiveness of intervention. ഏതാ ആൻസർ? The answer is DALI. ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ലൈൻ പറഞ്ഞത്. ഞാൻ ഡാലി പറഞ്ഞപ്പോൾ ഡാലി എന്തായിരിക്കും, ഡാലി ഇസ് ദ ബെസ്റ്റ് മെഷർ ഓഫ് ബർഡൻ ഓഫ് ഡിസീസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ആൻഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇന്റർവെൻഷൻ. Okay, so DALI is the best measure of
burden of disease in a defined population and effectiveness of intervention. ഇനി എന്താണ് ഡാലി? ഡാലി രണ്ട് കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഡാലി measure both mortality and disability together. So what is DALI? DALI means loss of year plus years lost to disability. Premature death കാരണം ലോസ് ആയ ഇയറും ഡിസബിലിറ്റി കാരണം ലോസ് ആയ ഇയറിനും രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതിനായിരിക്കും നമ്മൾ ഡാലി എന്ന് പറയുന്നത്. Okay, it express years lost to premature death and years lived with disability. രണ്ടും കൂടെ ചേർത്ത് അതിൽ വേഗം മരിച്ചു, കുറെ നാൾ ഡിസബിലിറ്റി ആയിരുന്നു, ദെൻ ഏർലി ഡെത്ത് ഉണ്ടായി, എക്സ്പെക്ടേഷന് മുന്നേ മരിച്ചു. സോ ആ രണ്ട് ടൈമിനെയും കൂടെ ചേർത്തിട്ട് പറയുന്നതായിരിക്കും ഡാലി എന്ന്. ഓക്കെ, സോ ഡാലി മീൻസ് years of lost life plus years lost to disability ആയിരിക്കും. ഇതായിരിക്കും ബെസ്റ്റ് മെഷർ ടു ബർഡൻ ഓഫ് ഡിസീസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ ഡാലി, കോളി, ഹെയിൽ, സൽവിയൻ ഇൻഡെക്സ് ഇതൊക്കെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ വിച്ച് ഇസ് ദ ബെസ്റ്റ് ഇൻഡെക്സ് ഓഫ് ബർഡൻ ഓഫ് ഡിസീസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡാലി ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു പോകാം. എന്തായിരുന്നു വാട്ട് ഈസ് ഡാലി, വാട്ട് ഈസ് കോളി ആൻഡ് വാട്ട് ഈസ് ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസിനെ പറ്റിയായിരുന്നു അല്ലേ? സോ എന്താണ് ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാല്? That is, it is based on life expectancy at birth but adjusted for time spent in poor health. അതായത് ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ബർത്തിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. പൂർ ഹെൽത്ത് വരുന്നതിനെ ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര നാൾക്കാർക്ക് ഒരു ഫുൾ ഹെൽത്ത് ആയിട്ട് എത്ര നാൾ ഉണ്ടായിരിക്കും, അതിനെയാണ് നമ്മൾ ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി പറയുന്നത്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടി ഒരു അസുഖവും ഇല്ലാണ്ട് എത്ര നാള് ജീവിക്കും, അതിനാണ് നമ്മൾ ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി പറഞ്ഞു. ഇറ്റ് മെഷേഴ്സ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ലീവ്ഡ് ആയിരിക്കും. അതായത് അയാള് ക്വാളിറ്റി ഈസ് ദ ഇയേഴ്സ് ഓഫ് ലൈഫ് ലീവ്ഡ് ഇൻ പെർഫെക്റ്റ് ഹെൽത്ത്. പെർഫെക്റ്റ് ഹെൽത്തിൽ എത്ര നാള് ജീവിച്ചിരുന്നു എന്നതിനായിരിക്കും ക്വാളിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് പറയുന്നത്. ഓക്കെ, സോ അതെന്തിനാണ് അസസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? വാല്യൂ ഓഫ് മണി ഫോർ എ മെഡിക്കൽ ഇന്റർവെൻഷനെ അസസ് ചെയ്യാനായിരിക്കും നമുക്ക് ക്വാളി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്തായിരിക്കും? ഒരു ആൾക്ക് അസുഖം വന്ന് പ്രിമച്വർ ഡെത്ത് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് രണ്ടിനെയും പ്രിമച്വർ ഡെത്ത് കാരണം അയാൾക്ക് ലോസ് ആയ ഇയേഴ്സും ഡിസബിലിറ്റി കാരണം ലോസ് ആയ ഇയേഴ്സും അത് രണ്ടിന്റെയും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത്? ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഇസ് ദ ബെസ്റ്റ് ഇൻഡെക്സ് ഫോർ ബർഡൻ ഓഫ് ഡിസീസ് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഇന്റർവെൻഷൻ? ഏത് ആൻസർ? ഡാലി ആയിരിക്കും. Okay, so next is which one of the following is not a socio-economic indicator? Socio-economic indicator അല്ലാത്ത ഏതാണ്? നമുക്കതിനകത്ത് സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്ന എന്തൊക്കെയാണെന്ന് അറിയണം. സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത് ഹൗസിംഗ്, ഫാമിലി സൈസ്, ലിറ്ററസി റേറ്റ്, അവൈലബിലിറ്റി പെർ ക്യാപിറ്റ കലോറി, പെർ ക്യാപിറ്റ GNP, ഗ്രോത്ത് റേറ്റ്, ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഡിപ്പെൻസി റേഷ്യോ, ഇതൊക്കെ ആയിരിക്കും സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. സോ അതിനായിട്ട് ഒരു ഇതില്ലാത്ത എന്തായിരിക്കും ഇതിനകത്ത് വരുന്നത്? ലിറ്ററസി റേറ്റ്, ഫാമിലി സൈസ്, ഹൗസിംഗ്, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്. സോ എന്തായിരിക്കും? ഇസ് നോട്ട് എ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് ആയിരിക്കും ആൻസർ. മോസ്റ്റ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഹോൾ പോപ്പുലേഷൻ ആൻഡ് ദിയർ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എമംഗ് ദ ഫോളോയിങ് ഏതാണ്? അറിയോ? മോസ്റ്റ് യൂണിവേഴ്സിറ്റി അക്സെപ്റ്റഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ഹോൾ പോപ്പുലേഷൻ ആൻഡ് ദിയർ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആയിരിക്കും. IMR എന്ന് പറയുന്നത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആയിരിക്കും. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത് സ്റ്റാറ്റസ് ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് അഗെയിൻ സൽവിയൻ ഇൻഡെക്സ് ഇൻഡിക്കേറ്റ്സ് ഏതൊക്കെ ആയിരിക്കും? ലൈഫ് ഫ്രീ ഓഫ് ഡിസബിലിറ്റി, hookworm X, അടുത്ത ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, പ്രഗ്നൻസി റേറ്റ് പെർ HWY. എന്താണ് സൽവിയൻ ഇൻഡെക്സ് കാണിക്കുന്നത്? ലൈഫ് ഫ്രീ ഓഫ് ഡിസബിലിറ്റി, hookworm X, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, പ്രഗ്നൻസി പെർ റേറ്റ്. ഏതാണ് സൽവിയൻ ഇൻഡെക്സ്? എന്താ പറയുന്നത്? ഓപ്ഷൻ എ. Option A, correct. Right. Second is virulence of a disease indicated by സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റിനെക്കാളും കേസ് ഫെറ്റാലിറ്റി റേറ്റ് ആയിരിക്കും കറക്റ്റ് വരുന്നത്. ഓക്കെ, സോ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രൊപ്പോർഷണൽ പറയുന്നതായിരിക്കും. അതായത് ഒരു
പെർസെൻറ്റേജിൽ പറയുന്നതായിരിക്കും കേസ് ഫെറ്റാലിറ്റി റേറ്റ്. അതായത് കില്ലിംഗ് പവർ ഓഫ് എ ഡിസീസ് ആണ് കേസ് ഫെറ്റാലിറ്റി റേറ്റ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു എ ഡിസീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇൻറ്റു 100. ഒരു പെർസെൻറ്റേജിൽ പറയുന്നതായിരിക്കും എന്ത് കേസ് ഫെറ്റാലിറ്റി റേറ്റ്. ഓക്കെ, സോ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ആയിരിക്കും നമ്മൾ അധികവും ഒരു വിറലൻസ് ഓഫ് ദ ഡിസീസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Then next question, all of the following indicators are used to measure disability rate in a community except ഏതായിരിക്കും? ഡിസബിലിറ്റി റേറ്റ്. നമ്മൾ ഡിസബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചപ്പോഴാണ് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പഠിച്ചത്. സോ ഓൾ ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു മെഷർ ഡിസബിലിറ്റി റേറ്റ് ഇൻ എ കമ്മ്യൂണിറ്റി എക്സെപ്റ്റ്. ഏതായിരിക്കും? വായിച്ചു നോക്കൂ. ഓപ്ഷൻസ് എ സെൽവിയൻ ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി. ഏതാണ് ആൻസർ? HPI. ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ആണ് ആൻസർ. കാര്യം ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് നമ്മൾ ഡിസബിലിറ്റിക്കകത്തുള്ളതല്ല. ഡിസബിലിറ്റിക്കകത്ത് പഠിച്ചാണ് നമ്മൾ സിൽവിയൻ ഇൻഡെക്സും ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസിയും ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സും ഒക്കെ വി സ്റ്റഡീഡ് ഇൻ ദ ഡിസബിലിറ്റി ഇൻഡിക്കേറ്റർ. Okay, next is which of the following is true about DALI? DALI എന്താണെന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞേ ഉള്ളൂ. ഏതാണ് ഡാലിയുടെ കാര്യത്തിൽ ട്രൂ ആവുന്നത്? C. Others? ഒരാൾക്കൊരു ഉത്തരം. ഡാലി എന്താണ്? ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് ആണ് ഡാലി. റൈറ്റ്. ഓപ്ഷൻ ഡി ആണ്. It expresses years loss of premature death and years lived in disability ആണ്. What is DALI? Years loss of premature death and years lived with a disability ആണ്. അല്ലെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലൈഫ് എക്സ്പെക്ടൻസി ഫ്രീ ഓഫ് ഡിസബിലിറ്റി ആണെങ്കിൽ അത് ഹെൽത്ത് അഡ്ജസ്റ്റഡ് ലൈഫ് എക്സ്പെക്ടൻസിയിൽ വരും. ഓക്കെ, സോ ആൻസർ ഈസ് ഡി. ഞാൻ ഇതൊന്ന് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു നോട്ട്സ് പോലെ ആക്കിയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ സെൽവിയൻ ഇൻഡെക്സും ഡാലിയും കോളിയും ഹെയിലും ഇതിത്ര ഞാൻ അത് ഇന്ന് തന്നെ ഞാൻ അയച്ചേക്കാം. Along with the answers, when I'm sending the answer keys, I'll send along with the answer key what is the difference between these three, so that you won't get confused again. Okay, so the answer for this 25th question is D option, years lost to premature death and years lived in disability adjusted for severity of disability ആയിരിക്കും. ഇനി കുറച്ച് കാൽക്കുലേഷൻ ആകാം. In a village with a population of 5,000, 50 people have a disease and 10 of them died. What is the case fatality rate? അപ്പോൾ നമ്മൾ പറഞ്ഞോളൂ കേസ് ഫെറ്റാലിറ്റി റേറ്റിന്റെ ഫോർമുല എന്താണ്? ഗിവ് മീ ദ ആൻസർ. D. ഓപ്ഷൻ D. പെർസെന്റേജ് പറയാം, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ബി ആണോ സി ആണോ? 20. എന്തുകൊണ്ട് 20? ടെൽ മീ ദ ഫോർമുല. ഇങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസ് വരുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ് ആ വാല്യൂസിനെ യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ ഫോർമുല എന്താണ്? എത്ര പേർക്ക് ഡിസീസ് അഫക്റ്റ് ആയി അത് ഡിനോമിനേറ്ററിൽ വരും, എത്ര പേര് മരിച്ചു അത് ന്യൂമറേറ്ററിൽ വരും, ഇൻറ്റു 100. അതാണ് കേസ് ഫെറ്റാലിറ്റി റേറ്റിന്റെ ഫോർമുല അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡ്യൂ ടു ഡിസീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിസീസ്ഡ് പീപ്പിൾ ഇൻറ്റു 100. അതാണ് CFR, കേസ് ഫെറ്റാലിറ്റി റേറ്റ്. സോ ഇൻ എ പോപ്പുലേഷൻ ഓഫ് 5,000, നമുക്ക് ആ 5,000 അവിടെ യൂസ് ഉണ്ടോ? ഇല്ല. നമുക്ക് ആവശ്യമുള്ള എന്താണ്? എത്ര പേർക്ക് ഡിസീസ് വന്നു? 50. അതിൽ എത്ര പേര് മരിച്ചു? 10. സോ അവർ ഫോർമുല ഈസ് 10 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി 20. ക്ലിയർ? CFR എന്തായിരിക്കും? ഡിസീസ് വന്നിട്ട് എത്ര പേര് മരിച്ചു ഡിവൈഡഡ് ബൈ ഡിസീസ് ഉള്ള എത്ര പേര് ഇൻറ്റു 100. സോ 50 പേർക്കാണ് ഡിസീസ് വന്നത്, അതിൽ 10 പേര് മരിച്ചു. സോ 10 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ആയിരിക്കും ഫോർമുല. Is it clear? Yes, doctor, clear.
So next is for optimum utilization of health services in a hospital, birth turnover interval should always be. So അതിന് നമുക്ക് എന്തറിയണം, ഈ birth turnover എന്താണെന്ന് അറിയണം. Birth turnover index എന്ന് പറയുന്നത് actually amount of time bed at hospital are unoccupied until next patient admission. അതായത് ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞ് അടുത്തൊരു പേഷ്യന്റ് വന്ന് അഡ്മിറ്റ് ആകുന്നവരെ ആ ഒരു പീരീഡ് ഉണ്ടായിരിക്കത്തില്ലേ, ബ്ലഡ് അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള പീരീഡ് ഉണ്ടായിരിക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ ബെഡ് ടേൺ ഓവർ ഇന്റർവൽ എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞ് മറ്റൊരു പേഷ്യന്റ് ആ ബെഡിലേക്ക് അഡ്മിറ്റ് ആകുന്ന ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് പീരീഡ്, ആ ടൈം പീരീഡിനെയാണ് നമ്മൾ ബെഡ് ടേൺ ഓവർ ഇന്റർവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നെഗറ്റീവ് വാല്യൂയും പോസിറ്റീവ് വാല്യൂയും സ്ലൈറ്റ്ലി പോസിറ്റീവ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, നെഗറ്റീവ് വാല്യൂസ് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് എന്താ ഉദ്ദേശിക്കുക വെച്ചാൽ 100% ഒക്യുപ്പൻസി ഉണ്ട്, ബെഡ് ഉള്ള എല്ലാ ബെഡും പേഷ്യൻസ് ഉണ്ട്, അതിനകത്ത് അവിടെ ബെഡിന് സ്കേഴ്സിറ്റി ഉണ്ട്, പേഷ്യൻസിന് വേണ്ടത്തോളം ബെഡ് ഇല്ല, ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് സർവീസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 100 ബെഡ് ഹോസ്പിറ്റലിൽ 100 ബെഡിലും പേഷ്യൻസ് ഉണ്ട്, അവിടെയുള്ള ആൾക്കാർക്ക് 100 ബെഡ് പോരാ. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. നെഗറ്റീവ് വാല്യൂസ് തരുന്നത് 100% ഒക്യുപ്പൻസി ആയിരിക്കും, എല്ലാ ബെഡും ഒക്യുപ്പൈഡ് ആണ്, ആ ബെഡ് അവർക്ക് സഫീഷ്യന്റ് അല്ല, ആ പോപ്പുലേഷന് 100 ബെഡ് പോരാ എന്നതായിരിക്കും അവിടെ കിട്ടുന്നത്. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വേക്കന്റ് ബെഡ്സ് ഉണ്ട്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ്, അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. ആ ലൊക്കാലിറ്റിയിലേക്ക് 100 ബെഡ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും ആ 100 ബെഡ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് സർവീസസ് ആയിരിക്കും. ആൻഡ് സ്ലൈറ്റ് പോസിറ്റീവ് വാല്യൂ എന്നായിരിക്കും ഇൻഡിക്കേറ്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സർവീസിനായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, അതായത് സ്ലൈറ്റ് പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എല്ലാ 100 ബ്ലഡ് ഒക്യുപ്പൈഡ് ആയി കഴിഞ്ഞു, അതിനർത്ഥം അവിടെ ഇനി ഒരു പേഷ്യന്റ് അത് അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലമില്ല, റൈറ്റ്. പക്ഷെ സ്ലൈറ്റ്ലി പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് പോസിറ്റീവ് വാല്യൂനെ ആയിരിക്കും പറയുന്നത്. സോ എന്താണ് ബെഡ് ടേൺ ഓവർ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ടൈം ബെഡ് അറ്റ് ഹോസ്പിറ്റൽസ് ആർ അൺഒക്യുപ്പൈഡ്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞ് ആ ബെഡിലേക്ക് അടുത്ത പേഷ്യന്റ് വരുന്ന വരയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ടൈം പീരീഡ് തന്നെയാണ് ബെഡ് ടേൺ ഓവർ ഇന്റർവൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും, 100% ഒക്യുപ്പൻസി ആണ്. സോ അവിടെ ബെഡിന്റെ സ്കേഴ്സിറ്റി ഉണ്ട്, ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് സർവീസ് ആയിരിക്കും. അതായത് അവർക്ക് അവിടെ പോരാ, സർവീസ് പോരാ എന്നുള്ളതിനാണ് അർത്ഥം, കൊടുക്കുന്നതിന് ഓവർ യൂട്ടിലൈസേഷൻ ഉണ്ട്. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ ബെഡ് വേക്കന്റ് ആണ്, അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് സർവീസ് ആയിരിക്കും. എന്നാൽ സ്ലൈറ്റ് പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതാണ് ഇൻഡിക്കേറ്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സർവീസ്. സോ ക്വസ്റ്റ്യൻ എന്താണ്, ഫോർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹെൽത്ത് സർവീസ് ഒരു ഹോസ്പിറ്റലിന്റെ ബെഡ് ടേൺ ഓവർ ഇന്റർവൽ എങ്ങനെയായിരിക്കണം, സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിരിക്കണം. Okay, so all of the following are utilization rates except utilization rates ഏതൊക്കെയായിരിക്കും, ഇതിനകത്ത് population bed ratio, bed occupancy ratio, bed turnover ratio, average length of stay. ഇതിനകത്ത് utilization ratesനകത്ത് വരുന്ന എന്തൊക്കെയായിരിക്കും എന്ന് പറയാം. അതിന് ഹെൽത്ത് കെയർ യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് വരുന്നതാണ് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ഇൻഫന്റിന്റെ പെർസെൻറ്റേജ്, ഫുള്ളി പ്രഗ്നന്റ് വുമൺ received ANC, percentage of population using contraceptive, bed occupancy rates, average length of stay, bed turnover ratio. ഇത് ഇത്രയാണ് ഹെൽത്ത് കെയർ യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്ററിൽ വരുന്നത്. ഹെൽത്ത് കെയർ യൂട്ടിലൈസേഷൻ ഇൻഡിക്കേറ്ററിൽ വരുന്നതാണ് പെർസെൻറ്റേജ് ഓഫ് ഫുള്ളി ഇമ്മ്യൂണൈസ്ഡ് ഇൻഫൻസ്, പെർസെൻറ്റേജ് ഓഫ് പ്രഗ്നന്റ് വുമൺ റിസീവ്ഡ് ANC ആന്റിനേറ്റൽ കെയർ, പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ യൂസിങ് കോൺട്രാസെപ്റ്റീവ്സ്, ബെഡ് ഒക്യുപ്പൻസി റേറ്റ്, ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ, ബെഡ് ടേൺ ഓവർ റേഷ്യോ. ഇതിനകത്ത് ഇല്ലാത്ത ഏതാ, Population bed ratio. പോപ്പുലേഷൻ ബെഡ് റേഷ്യോ ആയിരിക്കും. ഇനി വിച്ച് ഈസ് നോട്ട് എ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ, ഈ തന്നിട്ടുള്ളതിനകത്ത് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ അല്ലാത്തത് ഏതാ, നമ്മൾ കുറെ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ പഠിച്ചില്ലേ, ഒന്ന് നോക്കി. ആ പറഞ്ഞോ ഡോക്ടറെ. പ്രിവാലൻസ്, റൈറ്റ്. പ്രിവാലൻസ് എന്തായിരുന്നു, പ്രിവാലൻസ് ഈസ് എ മോർബിഡിറ്റി ഇൻഡിക്കേറ്റർ ആയിരുന്നു അല്ലെ. സോ ഓൾ അതേഴ്സ് ആർ മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റർ, പ്രിവാലൻസ് നമ്മൾ മോർബിഡിറ്റി ഇൻഡിക്കേറ്ററിലാണ് പഠിച്ചത് അല്ലെ. ഇനി ഹെൽത്ത് ഇൻഡിക്കേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ അത് വാലിഡിറ്റി ആണ്. ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചില്ലേ, അതിനകത്ത് ഉള്ളതിനകത്ത് ഇതിനകത്ത് ഏതാണ് ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്, Option A. ഓപ്ഷൻ എ ഈസ് വാലിഡിറ്റി ആണ്. ഓപ്ഷൻ എ വാലിഡിറ്റി അല്ല, ഇറ്റ്സ് വാലിഡിറ്റി. Then C.
ദെൻ സി ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, സോ എന്തൊക്കെയായിരിക്കും ഒരു ഐഡിയൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? വാലിഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ഫീസിബിൾ ആയിരിക്കണം, സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം, സ്പെസിഫിസിറ്റി ഉണ്ടായിരിക്കണം, റിലവന്റ് ആയിരിക്കണം. റൈറ്റ്, അതായത് അഫോർഡബിലിറ്റി ആയിരിക്കും എന്റെ ആൻസർ വരുന്നത്. ഞാൻ കണ്ടിന്യൂ ചെയ്യണോ അതോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റണോ? ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഉണ്ടാകും. ഏതായാലും കണ്ടിന്യൂ, നിങ്ങൾക്ക് ഓവർലോഡ് ആവാൻ പാടില്ല, അതുകൊണ്ടാ ചോദിക്കണേ. whether to continue or stop. അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഐ തിങ്ക് നിർത്താം സർ, കുറച്ച് ഓവർലോഡ് ആവുന്നുണ്ടോ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വെക്കാം. ഓക്കെ സർ, എനിവേ നമ്പേഴ്സ് കുറച്ച് കൂടുതലുണ്ട് ക്വസ്റ്റ്യൻസ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാക്സിമം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. ഇത് PDF ഇത് അയച്ചിട്ടുണ്ട്. സോ ബെറ്റർ ഇഫ് യു ആർ ട്രൈങ് ടു ആൻസർ അതിന് മുന്നേ, ക്ലാസ്സിന് മുന്നേ ഒന്ന് ആൻസർ ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് ആയിട്ട് പോകാൻ പറ്റും. സോ ദാറ്റ് ബൈ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഫുള്ളി ഫിനിഷ് ചെയ്യാം. ഓൾമോസ്റ്റ് 127 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമ്മളതൊന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ആൻഡ് കം. Okay, thank you all. Good night. Okay, sir.